നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. ICC T20 വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ രണ്ടാമത്തെ മത്സരം ഇന്നലെ നമീബിയക്കെതിരെ 93 റൺസിന്റെ മികച്ച വിജയം നേടിയല്ലോ. ആദ്യം ബാറ്റ് ചെയ്ത ടീം ഇന്ത്യ നിശ്ചിത 20 ഓവറുകളിൽ 9 വിക്കറ്റിന് 209 റൺസ് അടിച്ചപ്പോൾ നമീബിയ 116 റൺസിന് ഓൾ ഔട്ടായിരുന്നു. ഈ കളിയിൽ ഇന്ത്യൻ ബാറ്റിംഗ് അവസാന ഘട്ടത്തിലൊക്കെ തുടരെ വിക്കറ്റുകൾ പോയി ആകെ വെസ്സായിരുന്നു. സംഗതി ശരിയാണ്. പക്ഷേ ഇന്ത്യ അടിച്ച 200 മുകളിൽ റൺസ് അടിക്കാനുള്ള കപ്പാസിറ്റി നമീബിയക്ക് ഉണ്ടായിരുന്നില്ല. വരുൺ ചക്രവർത്തിയുടെ കിടലൻ ബൗളിംഗ് ഒക്കെ നമ്മൾ എടുത്തു പറയണം. എന്നാലും കളിക്ക് ശേഷം സൂര്യകുമാർ യാദവ് കൃത്യമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്. തുടക്കത്തിൽ സഞ്ജുവും ഇഷാനും ഒക്കെ കാര്യങ്ങൾ എളുപ്പമാക്കി മാറ്റിയെന്ന്. ശരിയാണ്, സഞ്ജു ഇറങ്ങി അങ്ങ് അടിയായിരുന്നു. അടി എന്ന് പറഞ്ഞാൽ 8 പന്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ആ സ്കോർ മുഴുവൻ വന്നത്. 3 സിക്സും ഒരു 4ഉം ഒക്കെ അടിച്ചു. പിന്നെ ഒരു ഹാഫ് ഹാർട്ടഡ് ഷോട്ട് വെച്ച് അദ്ദേഹം ഔട്ടായി പോവുകയായിരുന്നു. ഇനിവ സഞ്ജുവിന് മികച്ച തുടക്കം ലഭിച്ചിരുന്നു. അതാണ് അദ്ദേഹം എടുത്തു പറയുന്നത്. പിച്ചിൽ അത്ര എളുപ്പമായിരുന്നില്ല ബാറ്റ് ചെയ്യാൻ എന്നുകൂടി സൂര്യകുമാർ യാദവ് പറയുന്നുണ്ട്. സൂര്യയുടെ കളിക്ക് ശേഷമുള്ള വാക്കുകളിലേക്ക് പോകണം. അദ്ദേഹം പറയുന്നു, പ്രറ്റി ഗുഡ് ഗെയിം, ടഫ് പിച്ച് ടു ബാറ്റ് ഓൺ. ബാറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള പിച്ചായിരുന്നു. പക്ഷേ ഇഷാനും സാംസണും കാര്യങ്ങൾ എളുപ്പമാക്കി മാറ്റി. ഇഷാൻ സാംസൺ മേഡ് ഇറ്റ് ലുക്ക് ഈസിയർ. ബോള് ഒരല്പം സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ട് പിച്ച് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് നമീബിയ ബൗളേഴ്സിൻ്റെ പ്രകടനത്തിൻ്റെ ക്രെഡിറ്റ് എടുത്ത് കളയുന്നില്ല. അവർ നന്നായിട്ട് തന്നെയാണ് കളിച്ചത്, ബൗൾ ചെയ്തത്. ഒരു 6-7 ഓവറുകൾ കഴിയുമ്പോൾ ഞങ്ങൾ വിചാരിച്ചത് നമുക്ക് 240 ഒക്കെ റൺസിലേക്ക് എത്താൻ പറ്റും എന്നുള്ളതായിരുന്നു. പക്ഷേ കാര്യങ്ങൾ അങ്ങനെ നടന്നില്ല. പിന്നെ കളിയുടെ മൊത്തം എടുത്താൽ ബൂമ്ര 4 ഓവർ ബൗൾ ചെയ്തു. അത് സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. വരുണ് വളരെ മികച്ച രൂപത്തിൽ അക്സറുമായിട്ട് പാർട്ണർഷിപ്പ് ഉണ്ടാക്കി പന്തെറിഞ്ഞു. ഹാദിക്ക് നമുക്ക് ആവശ്യമുള്ള സമയത്ത് അദ്ദേഹം ബാറ്റ് കൊണ്ട് ബിഗ് ബൂസ്റ്റാണ് നൽകിയത്. സോ എല്ലാ ഗെയിമും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾ ബിറ്റ് സ്ക്രാച്ചി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. പക്ഷേ വി ആർ ഓൺ ദി റോഡ് എന്ന് സൂര്യ വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നുണ്ട്. അതേസമയം ഗെറാഡ് എറാസ്മസ് നമീബിയയുടെ ക്യാപ്റ്റൻ മികച്ച രൂപത്തിൽ പന്തെറിയൊക്കെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹം കളിയെക്കുറിച്ച് വിലയിരുത്തിയത്, പവർ പ്ലേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചത്, അവരുടെ ബാറ്റിങ്ങിൻ്റെ കാര്യം പറയുന്നത്, പവർ പ്ലേ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വിചാരിച്ചത് ഡ്യൂ ഉണ്ടാകും, അപ്പോൾ ഞങ്ങൾക്കൊരു ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ വരുണിൻ്റെ ആ സ്പെല്ലുണ്ടല്ലോ ഞങ്ങളുടെ ചേസിനെ പൂർണ്ണമായിട്ടും തകർത്ത് കളഞ്ഞു. ഞങ്ങളുടെ ബൗളിങ്ങിൻ്റെ കാര്യത്തിൽ വരികയാണെങ്കിൽ സ്മിത്തിൻ്റെ സ്പെല്ല് നല്ലതായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു സ്പെഷ്യലൈസേഷനാണ് ഞങ്ങൾക്ക് വേണ്ടത്. എന്തായാലും ഞങ്ങളുടെ 100%ലല്ല ഞങ്ങൾ കളിച്ചത്. ഒരുപാട് ഫയർ പവർ ഞങ്ങൾക്കുണ്ട്. പക്ഷേ അതിനുള്ളൊരു ഫൗണ്ടേഷൻ ലഭിച്ചില്ല. ഇന്ത്യൻ ബൗളിങ്ങിൻ്റെ ക്വാളിറ്റി വളരെ വ്യക്തമാണ്. സോ ഓവർ 6 to 10 ബ്ലോക്ക് ടു ബാക്ക് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. ഏതായാലും ഇന്ത്യ മികച്ചൊരു വിജയം നേടിയിരിക്കുന്നു. അടുത്ത കളി പാകിസ്ഥാനെതിരെയാണ്. അത് കൊളംബോയിലാണ്. അവിടെ പോയി അവരെ തകർക്കാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.